ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ നമ്മുടെ ലൂസിഫറിൽ ബൈചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു മര്യാദയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മര്യാദ ഇല്ലാതെ പുതിയ പുതിയ തിയേറ്ററുകളൊക്കെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാജിക് ഫ്രെയിംസിന്റെ കുറെ അധികം തിയേറ്ററുകൾ ഇപ്പോൾ തുറന്നു. ഇനി തുറക്കാനായിട്ട് കുറെ തിയേറ്ററുകളുണ്ട്. ഇപ്പൊ നോക്കുവാണെങ്കിൽ മാസങ്ങൾ വ്യത്യാസം തന്നെ ഏറ്റവും പുതിയ 2 മൾട്ടിപ്ലക്സ് തിയേറ്ററുകളാണ് തുറന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഏറ്റവും പുതുതായിട്ട് പട്ടാമ്പിയിൽ ഓപ്പൺ ചെയ്ത് മാജിക് ഫ്രെയിംസിന്റെ തിയേറ്ററിന്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ ഈ തിയേറ്ററുകളെ പറ്റിയിട്ടൊക്കെ കമന്റ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ നമ്മൾ മാജിക് ഫിലിംസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർ പഴയ കുറെ അധികം തിയേറ്ററുകൾ ഏറ്റെടുത്തി നടത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതലുള്ളത്. പുതുതായിട്ട് തുറക്കുന്ന തിയേറ്ററുകൾ ഇങ്ങനെ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് തന്നെ 2 തിയേറ്റർ തുറന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാജിക് ഫ്രെയിംസ് തിയേറ്ററിനെ പറ്റിയിട്ട് പബ്ലിക്കിന്റെ ഒരു അഭിപ്രായം? അപ്പോൾ അവർ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിയേറ്ററുകളെ പറ്റിയുള്ള കമന്റ് കാണാം. അല്ലെങ്കിൽ പൊതുവെ നമ്മളുടെ കമന്റ്സ് വഴി അറിയിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, മെസ്സേജ് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ മാജിക് ഫ്രെയിംസ് തിയേറ്ററിനെ പറ്റിയിട്ട് പൊതുവെ പബ്ലിക്കിന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏറ്റെടുത്ത് നടത്തുന്ന കുറെ അധികം തിയേറ്ററുകളുണ്ട്. ആ തിയേറ്ററുകളെ പറ്റിയിട്ടൊക്കെ എന്താണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നല്ല അഭിപ്രായമല്ല. ഇപ്പോൾ ഒരു തിയേറ്റർ ഏറ്റെടുക്കുക, വേറൊരു കമ്പനി ഏറ്റെടുത്ത് നടത്തുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അപ്പം ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മികച്ച പ്രൊജക്ഷനോട് കൂടിയും അതുപോലെ തന്നെ സൗണ്ടൊക്കെ ആയിട്ട് കാണാം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നും കാര്യമായിട്ടുള്ള അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അന്ന് ആ തിയേറ്ററിലൊക്കെ എങ്ങനെയായിരുന്നോ അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും എന്നുള്ളൊരവസ്ഥയാണ്. വലിയൊരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ആ രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണക്കാരെ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ ഭാഷയിൽ തന്നെ ആയിരിക്കും പ്രതികരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും മിനിമം ഒരു കാര്യം എന്താണ് നമുക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഈ കളർ ഗ്യാമറ്റ് അതുപോലെ തന്നെ ലേസർ ആണോ അല്ലെങ്കിൽ ലാമ്പ് ആണോ അതൊക്കെ വിട്ടേരെ, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് റേഷ്യോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിട്ടേരെ, നമുക്ക് ഏറ്റവും മിനിമം നമുക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കൊള്ളാം എന്ന് പറയാലോ. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരു തിയേറ്ററിൽ പോയിട്ട് പ്രൊജക്ഷൻ നല്ലതാണ് എന്ന് പറയുവാണെങ്കിൽ പ്രധാനമായിട്ട് നോക്കുന്ന 2 കാര്യങ്ങളായിരിക്കും. ഒന്ന് ബ്രൈറ്റ്നെസ് ആയിരിക്കും, അതുപോലെ തന്നെ ഇമേജ് ക്വാളിറ്റി ആയിരിക്കും. ഇമേജ് ക്വാളിറ്റി അത്യാവശ്യം ഡീസൻ്റ് ആണ്, അതുപോലെ അത്യാവശ്യം നല്ല വെളിച്ചമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ആണെങ്കിൽ തന്നെ നമ്മൾ പറയും കൊള്ളാം കേട്ടോ, നല്ല പ്രൊജക്ഷൻ ആണ്, നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. പക്ഷെ പിന്നീട് അങ്ങോട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കോൺട്രാസ്റ്റ് റേഷ്യോ നോക്കണം, കളർ ഗ്യാമറ്റ് നോക്കണം, അതുപോലെ തന്നെ ഈ ലൈറ്റ് സോഴ്സ് നോക്കണം, അത് ലേസറാണോ ലാമ്പാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് കിടക്കുവാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല എക്സ്പീരിയൻസ് കിട്ടും പ്രൊജക്ഷന്റെ കാര്യത്തിൽ. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെയായിട്ടും ഈ ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്ററുകളുടെ കാര്യത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മാജിക് ഫ്രെയിംസിന്റെ മാനേജ്മെന്റ് ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് പരിഗണിക്കണം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു മാക്സിമം തെളിയിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതേ തൊട്ട് മുമ്പിൽ കിടക്കുന്നത്. കോഴിക്കോട് അപ്സര തിയേറ്റർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ തിയേറ്ററിൽ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു മാജിക് ഫ്രെയിംസ് ആണല്ലോ. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന ആ ഒരു മാജിക്, നിങ്ങളുടെ ടാഗ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, മാജിക് ഇൻ എവറി ഫ്രെയിം, അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മാജിക് നിങ്ങൾ ഈ ഒരു തിയേറ്ററിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയാൻ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഒറ്റയടിക്ക് കയറാനായിട്ട് പറ്റും. നിങ്ങളുടെ ഒരു വാല്യൂ അങ്ങോട്ട് മുകളിലേക്ക് പോകുമേ. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ നിങ്ങൾ ഗംഭീരമാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരുപാട് ഫാൻസ് എന്തായാലും മാജിക് ഫ്രെയിംസിന് വരുന്നതായിരിക്കും. പ്രത്യേകിച്ച് അപ്സര തിയേറ്ററുകളായതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക മനുഷ്യന്മാരുടെ വികാരം ഉറങ്ങിക്കിടക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്ററുകളുടെ കാര്യം കേട്ടോ. പ്രൊജക്ഷൻ മാത്രമല്ല, സൗണ്ട് ആണെങ്കിൽ പോലും അത്യാവശ്യം ആൾക്കാർക്ക് വലിയ അഭിപ്രായമില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പുതിയതായിട്ട് തുറക്കുന്ന തിയേറ്ററുകൾ, ഇപ്പം നമുക്ക് ഈ 2 തിയേറ്ററുകളെ തന്നെ എടുക്കാം. ഒന്ന് നമ്മുടെ കോഴിക്കോട് കുന്നമംഗലം പാലക്കൽ മാളിൽ തുറന്ന 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പട്ടാമ്പിയിൽ ഓപ്പൺ ചെയ്ത മാൾ ഓഫ് ഗിരിഡയിലെ 3 സ്ക്രീനോട് മൾട്ടിപ്ലക്സ് തിയേറ്റർ. ഓക്കെ, അപ്പോൾ ഈ 2 തിയേറ്ററുകളുടെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ അഭിപ്രായം ഒന്നുമല്ല കേട്ടോ. ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ഈ 2 തിയേറ്ററുകളിലും ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. നെഗറ്റീവ്സും ഉണ്ട്, അത് ഞാൻ പറയാം. അതിൽ മെയിൻ ആയിട്ടുള്ള നെഗറ്റീവ്സ് മാത്രമേ ഞാൻ എടുത്ത് പറയത്തുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ്സ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സീറ്റാണ് കേട്ടോ. ഈ 2 തിയേറ്ററുകളും ഏതാണ്ട് ഒരുപോലത്തെ സീറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. നല്ല സുഖമായിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റുന്നു എന്നുള്ളത് ഒരു വലിയ പോസിറ്റീവായിട്ട് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. ഇനി പ്രൊജക്ഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ പാലക്കൽ മാളിൽ അവിടുത്തെ ഏറ്റവും ഹയർ സ്പെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K RGB ലേസർ പ്രൊജക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഏറ്റവും മികച്ച പ്രൊജക്ഷൻ തന്നെയാണ് ആ ഒരു തിയേറ്ററിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ സൗണ്ടിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2 തിയേറ്ററിൽ ഉപയോഗിക്കുന്നത് പൾസിന്റെ സ്പീക്കേഴ്സ് ആണ് തോന്നുന്നത് കേട്ടോ. ഡോൾബി അറ്റ്മോസ് ആണ് ഹയർ സ്പെക് വരുന്നത്. അപ്പോൾ ആ കാര്യത്തിലും ആൾക്കാർക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ ഈ പ്രൊജക്ഷൻ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ആൾക്കാർ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് തിയേറ്ററിന്റെ ഒരു നെഗറ്റീവ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ
എന്താണ് അത്? സ്ക്രീനിന്റെ വലിപ്പത്തിന്റെ കാര്യമാണ് കേട്ടോ. ഇതൊരു വളരെ വലിയൊരു നെഗറ്റീവ് ആണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അല്ല, ഒരു അത്യാവശ്യം താരതമ്യേന ഭേദപ്പെട്ട ഒരു നെഗറ്റീവ് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 സ്ക്രീനുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഓഡിറ്റോറിയത്തിന്റെ വലിപ്പം വളരെ കുറവാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു വിഡ്ത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, വിഡ്ത്ത് അല്ല, ഈ ഒരു ഹൈറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ ആസ്പെക്ട് റേഷ്യോ അനുസരിച്ചിട്ട് നമുക്ക് സ്ക്രീനിന്റെ വലിപ്പം തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഓഡിറ്റോറിയത്തിന്റെ വലിപ്പം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ ചെറുതല്ല, എങ്കിലും എന്താ പറയുക, ഒരു അത്യാവശ്യം ഒരു ഹോം തിയേറ്ററിൽ നിന്ന് കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട സൈസിലേക്ക് വരുന്നുള്ളൂ എന്നുള്ളൊരു പരാതി ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ. ഒരേ ഒരു പ്രശ്നം മാത്രമാണ് ആ ഒരു കാര്യത്തിലുള്ളത്. പിന്നെ പോപ്കോണിന്റെ വില അത് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, അതൊക്കെ പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു കാര്യം മാത്രം ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് മാജിക് ഫ്രെയിംസ് തിയേറ്റർ തുറക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ഒന്ന് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യമായിരുന്നു. കാര്യം സ്പെക്കും പ്രൊജക്ഷനും ഒക്കെ ഗംഭീരമായിട്ട്, സ്പെക്കും പ്രൊജക്ഷനും അല്ല, പ്രൊജക്ഷനും സൗണ്ടും ഒക്കെ ഗംഭീരമായിട്ട് കൊടുക്കുന്നുണ്ട്. സ്ക്രീനിന്റെ വലിപ്പം കൂടെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ്, അവിടെ നിന്ന് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനോടുകൂടി നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാമെന്ന് പറയാലോ, ആ ഒരു സാധനം കൊടുക്കാനായിട്ട് മാജിക് ഫ്രെയിംസിന് പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് തുറക്കാൻ പോകുന്ന എല്ലാ തിയേറ്ററുകൾക്കും നമ്മുടെ ആശംസകളുണ്ട്. അപ്പോൾ ലിസിൽ ചീഫിനെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. പുള്ളി വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്.